നമസ്കാരം. ഇന്ന് ഷൂട്ട് ആൻഡ് ട്രാക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. മുഖവുരകൾ ഏറെയൊന്നും ആവശ്യമില്ല. പുതിയ ചിത്രം തിരയുടെ വിശേഷങ്ങൾ പങ്കിടാൻ, ഒപ്പം തൻ്റെ ചലച്ചിത്ര പദ്ധതികളുടെ വിവരങ്ങൾ പങ്കിടാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് വിനീത് ശ്രീനിവാസൻ. സ്വാഗതം ശ്രീ വിനീത്. താങ്ക് യു. ഷൂട്ട് ആൻഡ് ട്രാക്കിൽ അതിഥിയായി എത്തിയതിൽ ആദ്യം തന്നെ സ്വാഗതവും ഒപ്പം നന്ദി അറിയിക്കുകയാണ്. ആദ്യം നമുക്ക് തിരയിൽ തുടങ്ങാം. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ തിര രൂപപ്പെടുന്നത്? അതിന് പുറകിലുള്ള ഒരു പ്രയത്നം എങ്ങനെയായിരുന്നു? തിരയുടെ ആദ്യത്തെ പ്രയത്നം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കസിൻ ബ്രദർ രാകേഷ് ഏട്ടനാണ് ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ തടത്തൻ മറയത്തിൻ്റെ ഷൂട്ടിന് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അത് ഒരു ഈ സിനിമയിൽ പറയുന്ന വിഷയമുണ്ടല്ലോ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ മലയാളത്തിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു സാധ്യതയുണ്ട്, അത് പറയേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജേഷേട്ടൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എനിക്കും തോന്നി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് തടത്തൻ മറയത്താണ്. ഭയങ്കര ലവ് സ്റ്റോറിയും ഭയങ്കര ഫീൽ ഗുഡുമാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സിനിമ എനിക്കും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ട് ഞാൻ ഷൂട്ടിനൊക്കെ പോയി പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ഞാൻ ഫുൾ തടത്തൻ മറയത്തിലായിരുന്നു. അതിനിടയിൽ ഒരു 4-5 മാസം ചെന്നൈയിലെ അണ്ണാ സെൻറ്റിനറി ലൈബ്രറിയിൽ രാകേഷേട്ടൻ പോയിട്ട് അങ്ങ് ഇരുന്നു. ഒരുപാട് കേസ് സ്റ്റഡീസ്, ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ വായിച്ചു. അതിനിടയിൽ പുള്ളി വായിച്ചൊരു പുസ്തകമാണ് റോഡ് ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ട്. സൊമാലി മാം എന്ന് പറഞ്ഞിട്ട് കംബോഡിയയിലുള്ളൊരു സ്ത്രീ, ഇവിടെ സുനിത കൃഷ്ണൻ മാമൊക്കെ ചെയ്യുന്ന പോലത്തെ അതേ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു സ്ത്രീ. അപ്പോൾ അവരുടെ ഓട്ടോബയോഗ്രഫി എന്നാണ് രോഹിണി പ്രണാബ് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇങ്ങനൊരു കഥ പറയാൻ തോന്നിയത്. കാരണം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബേസ് ചെയ്ത് കുറേ സിനിമകൾ വന്നിട്ടുണ്ട് ഇൻ്റർനാഷണലി. ട്രേഡ്, ടേക്കൺ, പിന്നെ മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്, അടുത്ത കാലം വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നന്നായിരിക്കുമെന്ന് രാജേഷേട്ടനും തോന്നി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ചോയ്സ് ശോഭന ചേച്ചിയായിരുന്നു. അങ്ങനെയാണ് തിര ഉണ്ടാവുന്നത്. ഒരു പക്ഷേ മറ്റ് മലയാള താരങ്ങളെ ആരെ വെച്ച് കഴിഞ്ഞാലും ഇത്രയും പവർഫുള്ളായ, ഇത്രയും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിയേക്കാം. എങ്ങനെയായിരുന്നു ഇത് ശോഭന തന്നെ ഇതിൽ നായികയാവണമെന്നുള്ള തീരുമാനം രൂപപ്പെടുന്നത്? ദീപകേട്ടൻ പറഞ്ഞേ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. അവരെപ്പോലെ ഇത് ചെയ്യാൻ, അവരെപ്പോലെ ശക്തമായിട്ടുള്ളൊരു പ്രസൻസ് ഉള്ളൊരു സ്ത്രീനെ നമുക്ക് നല്ല നടിമാരുണ്ട് നമുക്ക് മലയാളത്തിൽ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, എല്ലാ ക്രിട്ടിക്കലിയും ജനങ്ങൾക്കും എല്ലാവർക്കും സ്വീകാര്യതയുള്ളൊരു ഒരാൾ വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. അപ്പോൾ പിന്നെ അവർ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന സ്ത്രീയാണ്, പല ഭാഷകൾ അവർ സംസാരിക്കും. അങ്ങനെ ഒരാൾ ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് ഫുൾ കേരളത്തിൻ്റെ പുറത്താണ്. ഹിന്ദി സംസാരിക്കുന്നുണ്ട്, തമിഴ് സംസാരിക്കുന്നുണ്ട്, മലയാളം സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് മലയാളികൾക്കും അറിയാം. അപ്പോൾ വളരെ സ്വാഭാവികമായിരിക്കും അത്. പിന്നെ അവർ ബൈ നേച്ചർ ഭയങ്കര ഫാസ്റ്റാണ്. അവർ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്, അവർ ഫാസ്റ്റായിട്ടാണ് ആലോചിക്കുന്നത്, അവർ ഫാസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്, എല്ലാം ഫാസ്റ്റായിട്ടാണ്. അപ്പോൾ ഈ രോഹിണി പ്രണാബ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അവരാണ് ആസ് ഇറ്റ് ഈസ്. ആ ബോഡി ലാംഗ്വേജും ആ ഡയലോഗ് ഡെലിവറിയൊക്കെ അവരുടെ തന്നെയാണ്, അവരുടെ ശബ്ദം തന്നെയാണ് നമ്മൾ ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ശബ്ദത്തിലാണ് അവരെ കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അവരുടെ ശബ്ദം നമ്മളൊരു മലയാള സിനിമയിൽ കേൾക്കുന്നത്. 30 വർഷം ആയിട്ട് അവരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്.